എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ വർഷം തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു വർഷത്തിനുള്ളിൽ നിറവേറ്റാൻ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ചിലർക്ക് ഉടനെ സാധിക്കുകയും ചിലർക്ക് അതിനുവേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുന്നതുമാണ്. അതൊക്കെ അവരവരുടെ ജാതക രീതിയിലുള്ള ദശ അപഹാരങ്ങളെയും ചാരവശാൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളെയും അപേക്ഷിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. വർഷഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും വർഷഫലങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ ഗ്രഹനിലകൾ അനുകൂലമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മീനക്കൂറിൽ ജനിച്ചവരുടെ പുതുവർഷ ഫലങ്ങളെ നോക്കുമ്പോൾ മാർച്ച് 29-ാം തീയതി ശനി ഭഗവാൻ മീനക്കൂറിലേക്ക് മാറുന്നത് അനുകൂലമല്ലെങ്കിലും മെയ് മാസത്തിലെ രാഹുകേതു മാറ്റം വളരെ നല്ല ഫലങ്ങളെ മീനക്കൂറുകാർക്ക് നൽകുന്നതാണ്. മാർച്ച് മാസം മുതൽ ജന്മരാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടുക, അലസത, ധനനഷ്ടം, ജോലി ലഭിക്കാൻ താമസമുണ്ടാകുന്നത് പോലെ നിരവധി ദോഷഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും മെയ് മാസത്തിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം പലർക്കും വിദേശത്ത് ജോലി ലഭിക്കുകയും അതിനാൽ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടിയും വരുന്നതിനാൽ ഏഴരശനി മൂലമുള്ള ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. എങ്കിലും ഈ സമയത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ പൊതുവെ കുറവായിരിക്കും. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കേണ്ട സമയമാണിത്. ജന്മശനി കാലത്ത് അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. മെയ് മാസം 4-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അലച്ചിലുകൾ ഇനി കുറയും. അതേസമയം പല കാര്യങ്ങളിലും തടസ്സാനുഭവങ്ങൾ വരാം. മിക്കപ്പോഴും ആഗ്രഹങ്ങൾ നടന്നാലും സന്തോഷിക്കാൻ വകയുണ്ടാവുകയില്ല. ഊഹക്കച്ചവടം, ഭാഗ്യപരീക്ഷണം എന്നിവ ഒഴിവാക്കേണ്ട സമയമാണിത്. ധനപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് വിദഗ്ധരുടെ ഉപദേശം തേടുന്നതും നല്ലതാണ്. രാഹുകേതുക്കൾ മെയ് മാസം മുതൽ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് അപ്രതീക്ഷിത നേട്ടം പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. ഉറ്റവരിൽ നിന്ന് ധനസഹായം ലഭിക്കും. സാങ്കേതിക മേഖലയിൽ തൊഴിൽ ലഭിക്കും. ജോലി സംബന്ധമായി സ്വഗ്രഹം വിട്ട് താമസിക്കേണ്ടതായി വരും. വ്യവഹാരങ്ങളിൽ എതിരാളികൾക്ക് മേൽ വിജയം കൈവരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിലും വിജയം നേടാൻ സാധിക്കുന്ന സമയമാണിത്. മൊത്തത്തിൽ നോക്കുമ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും മീനക്കൂറുകാർക്ക് 2025 ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മീനക്കൂർ ജനിച്ചവരുടെ വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.